ശരിക്കും നമ്മൾ ഈ ലോൺ ആപ്സ് ത്രെട്ടൺ ചെയ്യാൻ വരുമ്പോൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലില്ല. നിങ്ങൾ അവർക്ക് ₹1 പോലും നൽകരുത്. നമ്മൾ ഡെയിലി ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലോൺ ആപ്സിൻ്റെ ട്രാപ്പ് കാരണം സൂയിസൈഡ് ചെയ്ത പല ആൾക്കാരെ. ആൻഡ് ₹5000 എടുത്തവർ പോലും മെൻ്റലി ടോർച്ചർഡ് ആവുകയാണ് ഈ ലോൺ ആപ്സിൻ്റെ ശല്യം കാരണം. നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും നമ്മളുടെ ഗാലറിയുടെയോ അല്ലെങ്കിൽ കോൺടാക്ട്സിൻ്റെയോ പെർമിഷൻ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ അറിയാതെ തന്നെ അവരത് ആക്സസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് റീപേയ്മെൻറ്റ് ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത തുകയുടെ ഇരട്ടി അവർ ആവശ്യപ്പെടും. ആൻഡ് അവർ പറയുന്ന ആ തുക നമ്മൾ കൊടുക്കാൻ വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട്സിലുള്ള ആൾക്കാർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തും. പക്ഷേ ഇതിൻ്റെ ലീഗൽ റിയാലിറ്റി എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. ആൻഡ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള മെർച്ചൻസിന് മാത്രമേ ലോൺസ് പ്രൊവൈഡ് ചെയ്യാനും ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പാടുള്ളൂ. നമ്മൾ ഈ കാണുന്ന 90% ലോൺ ആപ്സും ഇല്ലീഗലാണ്. RBIയുടെ റൂൾസിൽ പറയുന്നത് തന്നെ റിക്കവറി ഏജൻറ്റ്സ് ഒരിക്കലും കസ്റ്റമേഴ്സിനെ ത്രെട്ടൺ ചെയ്യാൻ പാടില്ല എന്നാണ്. ആൻഡ് നമ്മുടെ കോൺടാക്ട്സിലുള്ള ആൾക്കാരെ വിളിക്കാനും അല്ലെങ്കിൽ അവരെ ബന്ധപ്പെടാനും ശ്രമിക്കുന്നത് സ്ട്രിക്ട്ലി ഇല്ലീഗലാണ്. ഇനി ഇങ്ങനത്തെ ഒരു ത്രെട്ട് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് 1930 എന്നുള്ള ടോൾ ഫ്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ആപ്പ് നമ്മൾ ത്രെട്ടൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുക. രണ്ടാമതായി cybercrime.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. മൂന്നാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വന്ന ത്രെഡ്സും നിങ്ങൾക്ക് വന്ന മെസ്സേജസും എല്ലാം സ്ക്രീൻഷോട്ട് ചെയ്യുക, എല്ലാം എവിഡൻസ് ആക്കുക, നിങ്ങളുടെ നിയർ ബൈ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു പ്രശ്നം തടയാമായിരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ലോൺ ആപ്സ് എടുക്കുമ്പോൾ അത് RBI റെഗുലേറ്റഡ് ആണോ എന്ന് നോക്കുക. ഇല്ലാത്ത പക്ഷം അതിലേക്ക് പോയി ചാടാതിരിക്കുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യുക.